ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അജിത് കുമാറിന്റെ വിടാമുയർച്ചി ഇന്ന് റിലീസായത്. മകിഴ് തിരുമേനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അസർബൈജാനാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഒരു റോഡ് മൂവി ആയിട്ടാണ് മകിഴ് തിരുമേനി ഈ സിനിമയെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അജിത് കുമാറിന്റെ ക്യാരക്ടറാണ്. ഒരു സൂപ്പർ സ്റ്റാർഡോ ഒന്നും ഇല്ലാത്ത കഥാപാത്രമാണ് ഇതിലെ അർജുൻ എന്ന് പറയുന്ന അജിത് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. തൃഷയായാലും അർജുൻ ആയാലും ഈ സിനിമയിൽ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാനില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നത് അജിത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ ചില സ്ഥലത്തൊക്കെ അജിത്തിന്റെ കഥാപാത്രം വരെ താഴ്ന്നു പോകുന്ന ഒരു നില ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഒരു കാറിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് കിടിലായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ചില സീനൊക്കെ ഒരു ഡിസപ്പോയിന്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എന്റെ കൂടെ വന്നവർക്കൊന്നും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എനിക്കിതൊരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു ഫീൽ ആയി കിട്ടിയത്. അനിരുദ്ധിന്റെ മ്യൂസിക് ആയാലും നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. വലിയൊരു മ്യൂസിക് ഒന്നും അല്ല, പക്ഷേ ഓക്കേഷ് ആയിട്ടുള്ള ഒരു ഫീലാണ്. തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി, ഒരു റോഡ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫ്ലിക്ക് തന്നെയാണ്. അതർവൈസ് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കുറെ വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പേഴ്സണലി എനിക്കിത് ഓക്കേഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് ടോട്ടലി അജിത്തിന്റെ വിടാമുയർച്ചി കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ളത്.